കീരമ്പാറ പഞ്ചായത്തിലെ പാലമറ്റത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. ആനകളെ തുരത്താൻ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ച് ജനപ്രതിനിധികൾ രംഗത്തെത്തി. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പെരിയാർ നീന്തിക്കടന്നെത്തിയ കാട്ടാനക്കൂട്ടം പാലമറ്റം ഓവുങ്കൽക്കടവ് ഭാഗത്തും സമീപ പ്രദേശങ്ങളിലെയും ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിച്ചത്. വാഴയും തെങ്ങുമടക്കമുള്ള കൃഷി നശിപ്പിക്കപ്പെട്ടു. ജനങ്ങൾ സംഘടിച്ചാണ് ആനകളെ തുരത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. അടിയന്തരമായി RRT ടീമിനെ നിയോഗിക്കണമെന്നും സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ ജനങ്ങളെ രക്ഷിക്കാൻ ജനസംരക്ഷണ സേന രൂപീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് പറഞ്ഞു. നിരവധി കൃഷിയിടങ്ങളുള്ള ഈ പ്രദേശത്ത് ആന കടന്നു വന്നത് വലിയ ആശങ്കയ്ക്ക് ഉളവാക്കിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അടിയന്തരമായി RRT ടീമിനെ ഈ പരിസരത്ത് ഈ പ്രദേശങ്ങളിൽ വിന്യസിക്കണമെന്നാണ് ആദ്യമായിട്ട് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. തട്ടേക്കാട് മുതലുള്ള ഭാഗത്ത് ഫെൻസിങ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഈ കൂരുകുളം ഭാഗത്ത് കഴിഞ്ഞാൽ അതിനിപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിൽ ഫെൻസിങ് ഇല്ല. കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രപ്പോസൽ ഉടൻ ഉണ്ടാകും. അപ്പോൾ അടിയന്തരമായിട്ട് ഈ പ്രദേശങ്ങളിൽ RRT ടീമിനെ വിന്യസിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് പുഴയ്ക്ക് ഇക്കരയ്ക്ക് ആന കടന്നു വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വനംവകുപ്പ് നടത്തണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഈ ജനങ്ങളുടെ ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ നിഷ്ക്രിയരാവാതെ അടിയന്തരമായിട്ട് ഇതിനുവേണ്ടി നടപടികളെടുക്കണം. ഇപ്പോൾ വാച്ചർമാരുടെ കയ്യിൽ അവർക്ക് ആനയെ ഭയപ്പെടുത്തി ഓടിക്കുന്നതിന് വേണ്ടി ഗുണ്ടോ മറ്റ് ആനുക സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ആനയെ ഓടിക്കാൻ വന്ന വാച്ചർമാർക്ക് ലൈറ്റ് പോലും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അടിയന്തരമായിട്ട് ലൈറ്റും അനുബന്ധ സാമഗ്രികളും എത്രയും പെട്ടെന്ന് ഇവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് RRT ടീമിനെ വിന്യസിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. പുഴ കടന്ന ആന ഇങ്ങോട്ട് കടന്നു വരാത്ത രീതിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വർദ്ധിച്ചു വരുന്ന ഈ കാട്ടാന ശല്യം സംസ്ഥാന സർക്കാർ ഇടപെട്ട് പരിഹരിച്ചില്ലെങ്കിൽ ജനങ്ങളെ മുൻനിർത്തി ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നേതൃത്വം വഹിക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു വാച്ചർ മാത്രമാണ് ആനകളെ തുരത്താൻ സ്ഥലത്തെത്തിയതെന്ന് വാർഡ് മെമ്പർ മഞ്ജു ബാബു പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 3-4 വാർഡിൻ്റെ ഭാഗങ്ങളിലെല്ലാം ആനകളുടെ വളരെയേറെ വലിയ ശല്യമായിരുന്നു. ഇന്നലെ എല്ലാം രാത്രി ആളുകൾ നോക്കിയിരുന്നിട്ട് അതേപോലെ തന്നെ ഒരു വാച്ചറും അത് തെളിയാത്ത ഒരു ടോർച്ചുമായിട്ടാണ് ഇന്നലെ ഈ പ്രവർത്തനങ്ങൾക്ക് ആളുകൾ മുൻപിൽ നിന്നത്. നാട്ടുകാരുടെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് വാച്ചർ പോലും ഈ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തത്. അപ്പോൾ ഒത്തിരിയേറെ ഭീതി ഞങ്ങൾക്കുണ്ട്. ഒരു ഒറ്റയാനാണ് തേയിലക്കുന്ന് ഭാഗങ്ങളിലേക്ക് കയറി വന്നത്. ഇന്നലെ ഒരു 3 മണിയോടുകൂടി തൊട്ട് ഇവരെല്ലാവരും തന്നെ ഇതിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ ഒത്തിരിയും ഭീതിയോടുകൂടിയാണ് ഞങ്ങൾ 4-ാം വാർഡുകാർ ഇരിക്കുന്നത്. അതേപോലെ തന്നെ 3-4 ഭാഗങ്ങൾ ഇത് ശരിക്കും വന്നത് പാലമറ്റം ഏരിയയിൽ നിന്നാണ് ഈ വാർഡിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഭീതി ഞങ്ങൾക്കുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വന്യജീവി ശല്യം മൂലം ജനങ്ങൾ എല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ട അവസ്ഥയിലാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു എബ്രഹാം ആശങ്ക പങ്കുവച്ചു. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് ശല്യം ഉണ്ടായിക്കൊണ്ട് ഈ ശല്യമുണ്ടായി അപകടം പറ്റിക്കഴിയുമ്പോൾ സർക്കാർ വന്നു മറ്റൊരു വന്നു നഷ്ടം കൊടുക്കണം. ഒരു മനുഷ്യജീവന് 10 ലക്ഷം രൂപ വിലയേറുന്നു. അതിൽ 5 ലക്ഷം രൂപ വണ്ടി ചെക്ക് കൊടുക്കണം. ഇങ്ങനെ ഈ ചെക്ക് കൊടുത്തിട്ട് ആ കാശും കൊടുക്കണില്ല. ഒരു മനുഷ്യജീവൻ്റെ വില ഗവൺമെൻറ് കണക്കാക്കുന്ന 10 ലക്ഷം രൂപയാണ്. ഈ സർക്കാരിൽ മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കുറ്റം പറയില്ല. ഇപ്പോൾ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ സഹായിക്കാൻ വേണ്ടി അവരുമുണ്ട്. RRT ടീം ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ ബഹുമാനപ്പെട്ട MLA ഒരു ഉദ്ഘാടനം നടത്തി. പക്ഷേ ഇവിടെ RRT ടീമും ഇല്ല, ഒരു പരിപാടിയും കാണില്ല. അപ്പോൾ ഇവിടെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇനി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക്. കാരണം കീരമ്പാറ പഞ്ചായത്തിൽ ഒരു മേഖലയിലും കാട്ടുമൃഗത്തിൻ്റെ ശല്യമില്ലാത്ത സ്ഥലമില്ല. ഈ ഒരു അവസ്ഥ തുടർന്ന് ജനങ്ങൾ ഒന്നാകെ പ്രശ്നത്തിലാണ്. ജനങ്ങൾ പ്രശ്നത്തിലാണ്. അവരുടെ ബാങ്ക് വായ്പ അടയ്ക്കാൻ പറ്റില്ല, സ്ഥലം വിൽപ്പന നടക്കണില്ല, ഒരു രീതിയിലുള്ള കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ഗവൺമെൻറ് വളരെ നിസ്സംഗതമാണ് വാദിക്കുകയാണ്. സർക്കാർ വളരെ വ്യക്തമായിട്ട് തന്നെ നടപടിയെടുത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അല്ലെങ്കിൽ തന്നെ കുഴപ്പമൊന്നും ഇവിടുന്ന് ജനങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരികയാണ്. പ്രദേശത്ത് ഫെൻസിങ്ങിന് പുറമെ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജലീൽ അറിയിച്ചു. നമ്മൾ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഫെൻസിങ് ജോലികൾ പുരോഗമിച്ച് വരികയാണ്. കൂരുകുളം വരെ ഫെൻസിങ് ഉണ്ട്. അതിട്ടാൽ ഒരു പരിധിവരെ നമുക്ക് ആനശല്യം ഒഴിവാക്കാൻ പറ്റും. തുടർന്ന് അങ്ങോട്ടുള്ള ഫെൻസിങ് ജനവാസ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ കൈവശ സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ടാണ് ഫെൻസിങ് വരുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷി വകുപ്പും ഒക്കെ ചേർന്ന് അതിനുള്ള നീക്കങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട്. കൂടാതെ ഇന്ന് രാത്രിയും തുടർന്ന് അങ്ങോട്ടും ഇവിടെ കൂടുതൽ സ്റ്റാഫിനെ നിയോഗിച്ച് ആളുകളുടെ ആശങ്ക കുറയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.